വഖഫ് ഭേദഗതി ബിൽ ഇപ്പോൾ സഭയിൽ ചർച്ചാ വിഷയമായതോടുകൂടി ക്രൈസ്തവർ കൂടുതലും BJP-യിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? ഈ വഖഫ് ബില്ല് അത് പാസ്സാകുന്നതോടുകൂടി ഒരു രാഷ്ട്രീയ ധ്രുവീകരണം തന്നെ നടക്കും. കേരളത്തിൽ ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാരും ഒക്കെ തന്നെ BJP-യോടെ ഒരു വലിയൊരു അനുഭാവം പ്രകടിപ്പിച്ച് നിൽക്കുകയാണ്. കാരണം ഈ സഭയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ വിഷയത്തിൽ തിളങ്ങി നിൽക്കുന്നത് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും, പിന്നീട് സഭയിലൊന്നും എത്തിയിട്ടില്ലല്ലോ ഷോൺ ജോർജുമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ. സഭയിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണെങ്കിൽ സഭയ്ക്ക് പുറത്ത് ക്രൈസ്തവരുടെ ഇടയിൽ ഷോൺ ജോർജാണ് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത്. ഷോൺ ജോർജിലൂടെ പുതിയ ഒരു BJP-യിലേക്ക് ഒരു പുതിയ നേതാവ് തന്നെ വരുന്നു എന്ന് പറയാം. അതായത് ഈ വിഷയത്തിൻ്റെ കാര്യത്തിൽ, വഖഫ് ബില്ലിൻ്റെ കാര്യത്തിൽ ഷോൺ ജോർജ് ഈ മെത്രാന്മാരെ എല്ലാം തന്നെ മാറി മാറി കണ്ട് കാര്യങ്ങൾ വ്യക്തമായി ധരിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടെന്താ, അവരുടെ ഇടയിൽ, ക്രൈസ്തവരുടെ ഇടയിൽ ഇപ്പോൾ ഷോൺ ജോർജ് ഒരു താരമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ അറിയിക്കേണ്ടതായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഇപ്പോൾ ഷോൺ ജോർജ് വഴിയാണ് കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഷോൺ ജോർജ് ഇവരുമായിട്ടൊക്കെ തന്നെ ഒരടുപ്പം സ്ഥാപിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, മുമ്പ് നമുക്ക് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും KM മാണിയും ഒക്കെ തന്നെ. പക്ഷെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുടെ മാത്രം നേതാവല്ല, കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ നേതാവായിട്ട് നിന്ന ആളാണ്. KM മാണിയും അതുപോലെ തന്നെ. പക്ഷേ KM മാണി ക്രൈസ്തവ താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിൽ മുൻതൂക്കം നൽകിയിരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഷോൺ ജോർജ് ക്രൈസ്തവർക്കിടയിലൂടെ ഒരു പുതിയ ഹീറോ ആയിട്ട് വരികയാണ്. അപ്പോൾ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഷോൺ ജോർജിനെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നു, അത് കേന്ദ്രത്തിലേക്ക് അറിയിക്കുന്നു എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഈ എമ്പുരാൻ സിനിമയിൽ തന്നെ ക്രൈസ്തവരെ അവഹേളിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിന് അതിശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് രാജ്യസഭയിൽ ആരാണ് രംഗത്ത് വന്നത്? കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യനാണ്. അതിശക്തമായിട്ട് തന്നെ. ഇതൊക്കെ BJP ക്രൈസ്തവരുമായിട്ട് വലിയ ഒരു അടുപ്പമുണ്ടാക്കുന്നതിന് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ക്രൈസ്തവരെ അധിക്ഷേപിക്കുന്ന രംഗങ്ങൾ അതിനകത്തുണ്ടല്ലോ. അപ്പൊ ജോർജും ഒരു അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അവൻ തീർച്ചയായിട്ടും ഈ അതുപോലെ തന്നെ സുരേഷ് ഗോപി ഈ സഭയില്, രാജ്യസഭയില് ഉള്ളത് ജോർജ് കുര്യനും അതുപോലെ തന്നെ ഇവരുടെ പ്രതിപക്ഷത്തിൻ്റെത് റഹീം, ബ്രിട്ടാസ്, ഇവരൊക്കെയാണുള്ളത്. അത് രാജ്യസഭയിൽ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും റഹീം, ബ്രിട്ടാസും ഒക്കെ ഈ ബില്ലിനെ എതിർക്കുന്നവരാണ്, ഈ ഭേദഗതി ബില്ലിനെ. ഈ കേരളത്തിൽ നിയമസഭ എന്ത് ചെയ്തിട്ടുള്ളതാണ്? വഖഫ് ഭേദഗതി നിയമം കേരള നിയമസഭ അതിനെതിരെ പ്രമേയം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ബില്ല് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അറേബ്യൻ കടലിലേക്ക് എറിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും എന്നാണ് സുരേഷ് ഗോപി രാജ്യസഭയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജോർജ് കുര്യനും ഈ സിനിമയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ക്രൈസ്തവരുമായിട്ട് കൂടുതൽ അടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഇപ്പോൾ ഈ ഹൈബി ഈഡന് വഖഫ് ബില്ലിനെ ഏത് തരത്തിലാണ് ഇവിടെ സഭയിൽ കൊണ്ടുവരുന്ന ഈ ബില്ലിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഹൈബി ഈഡൻ മുനമ്പത്തിന്റെ MP കൂടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ ഹൈബി ഈഡൻ ഉണ്ടാകുന്ന ഒരു വലിയ പരാജയം കൂടിയാണ്. അത് സുരേഷ് ഗോപി മറുപടി കൊടുത്തത്, സഭയിൽ കൊടുത്തത് മന്ത്രി രാധാകൃഷ്ണനോടാണ്. നിങ്ങളുടെ നിയമസഭയിൽ പാസ്സാക്കിയത് എന്ന് പറഞ്ഞ് ഇതിന്റെ പേരിൽ നിയമസഭയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു സുരേഷ് ഗോപിയുടെ നേരെ പലരുമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. സുരേഷ് ഗോപി അതൊന്നും കാര്യമാക്കാൻ തന്നെ പോയിട്ടില്ല. ഇനിയിപ്പോൾ ഷോൺ ജോർജിന് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്, ഈ BJP-യുടെ പുനഃസംഘടന വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ പുതിയ അധ്യക്ഷനായി വന്നിരിക്കുകയാണല്ലോ. ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി ഷോൺ ജോർജ് വരും. 4 പേർ മാത്രമാണ് BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ. ഇപ്പോൾ ഏറെക്കാലം ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ.
അദ്ദേഹം തന്നെ ഒരു 4 ദശകം പാർട്ടി പ്രവർത്തനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നടത്തിയതിന് ശേഷമാണ് ആ ഒരു പദവിയിലേക്കൊക്കെ വന്നത്. പക്ഷെ അതിനു മുന്നേ തന്നെ ഷോൺ ജോർജ് ഈ പദവിയിലേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പം മുനമ്പത്തെ തന്നെ ഒരു ഹീറോയായി മാറി ഷോൺ ജോർജ്. അപ്പോൾ പിന്നെ അതുകൊണ്ടെന്താണ് BJPക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു നേട്ടമെന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഏത് തരത്തിൽ ഈ ന്യൂനപക്ഷ സമുദായത്തെ ചേർത്ത് നിർത്താം എന്ന് BJP ആലോചിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഷോൺ ജോർജിനെ പോലുള്ള ഒരു പിന്നെ പുതുതലമുറയിൽ നിന്ന് ഒരാൾ വന്ന് ഈ മെത്രാന്മാരെയൊക്കെ കൂടുതൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച് അവരെ ഇതിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ യാക്കോബ സഭയുടെ പുതിയ കത്തോലിക്ക ബാവ ലെബനനിൽ വെച്ച് അധികാരമേൽക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ അയച്ച സംഘത്തിൽ ഒരാള് ഷോൺ ജോർജ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഷോൺ ജോർജിന് കൂടുതൽ പിന്നെ വലിയൊരു മൈലേജ് തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ BJP ലക്ഷ്യം ഇടുന്നത് തന്നെ ഈ ക്രൈസ്തവ വിഭാഗത്തെ കൂടുതൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി, അതുപോലെ തന്നെ PC ജോർജ്, ഇപ്പോൾ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ്, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ജേക്കബ് തോമസ്, ഇവരെയൊക്കെ തന്നെ ഈ ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ സഭകളുമായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ്, ഈ സഭയോട് BJP കൂടുതൽ അടുക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം കൂടുതലായിട്ട് ഇപ്പോൾ ഈ വഖഫ് ബില്ല് വന്നതോടുകൂടി ഉണ്ടായിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു നിജസ്ഥിതി മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഷോൺ ജോർജിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇവർക്ക് മൊത്തത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വലിയ ചലനമാണ്. കാരണം കേരളത്തിൽ ഇനിയിപ്പോൾ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക മാത്രമല്ല, പല സീറ്റുകളും ഇവർ നേടിയെടുക്കും എന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണ് ഇക്കാര്യത്തിൽ കണ്ടിരിക്കുന്നത്. കാരണം മറുഭാഗത്ത് LDF വീണ്ടും അധികാരത്തിൽ വന്നെങ്കിലേ നമുക്കറിയാം, ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും ഇപ്പോൾ CPM പാർട്ടി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അപ്പം ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പാർട്ടി സമ്മേളനത്തെ കേരളത്തിൽ വീണ്ടും ആധിപത്യം സ്ഥാപിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്കാണ് CPM പോകുന്നത്. അപ്പം അവർ ഇനി അടുത്തത് ഈ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിന് വലിയൊരു വോട്ട്, വലിയൊരു ഭൂരിപക്ഷം നഷ്ടപ്പെടാതിരിക്കാൻ അവർ തിരിച്ച് ഉള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ തിരിച്ച് അതിനു വേണ്ടി അവർ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? ഈ ക്രൈസ്തവ വിഭാഗത്തെ കൂട്ടിച്ചേർക്കാനായിട്ടൊക്കെ ഇവർ ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ജോസ് കെ മാണി അവിടെ തന്നെ നിർത്താനായിട്ടുള്ള ശ്രമമായിരിക്കും ഇവർ ഇനിയിപ്പോൾ നടത്താൻ പോകുന്നത്. കാരണം ഇത് പാർട്ടി കോൺഗ്രസിൽ ഇവർ ചർച്ച ചെയ്യുകയാണ്. BJP ആണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള വെല്ലുവിളി. BJP ആണ് ഇവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത് ഓരോ ദിവസം കഴിയും തോറും അത് കൂടിക്കൂടി വരികയാണ്. ഈ വഖഫ് ബില്ല് വരുന്നതോടുകൂടി വലിയൊരു രാഷ്ട്രീയ ധ്രുവീകരണം തന്നെ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരനായിട്ട് മുൻപിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ഷോൺ ജോർജ്. ഷോൺ ജോർജ് ഇതിലൂടെ തന്നെ ഒരു വലിയ താരമായി മാറുകയും BJPയിലെ ക്രൈസ്തവരുമായിട്ടുള്ള അടുപ്പം കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും. അത് BJPക്ക് കൂടുതൽ അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.